എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അംബ്രല്ല സ്ലീവ്സ് ആണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. നമുക്ക് അപ്പോൾ ഇങ്ങനെ അത് ചെയ്യാൻ നോക്കാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്ലീവ്സ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് കുർത്തയിലും കുഞ്ഞുങ്ങളുടെ ഉടുപ്പയിലും സാരിയുടെ ബ്ലൗസിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 24 ഇഞ്ചാണ്. ലെങ്ത്ത് 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ഇറക്കം, ഇപ്പോൾ ഞാനിവിടെ 6 സ്ലീവിൻ്റെ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി ഡബിൾ ആയിട്ടാണ് തുണി എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്ര ഇറക്കം വേണം അതുപോലെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. നമുക്ക് 2 സ്ലീവ്സ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നെറ്റിൻ്റെ നമുക്ക് കുഴഞ്ഞ് കിടക്കുന്ന എന്താ പറയുക, അങ്ങനത്തെ ടൈപ്പ് ഏത് തുണി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഭംഗി ഉണ്ടാവും ഇത് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ 4 ഞാൻ മടക്കിയിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി മടക്കാം. നമുക്ക് 2 സ്ലീവാണല്ലോ വേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം ഞാൻ 6 എടുക്കുന്നത്. അപ്പോൾ 6 ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ തന്നെ ടേപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ലീവിൻ്റെ ഇറക്കം നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് നോക്കിയിട്ട് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ മോളുടെ അളവിലാണ് ചെയ്യണത്. 1.25 വയസ്സായിട്ടുള്ള മോളുടെ അളവിലാണ് കേട്ടോ ചെയ്യുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്തത് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ ആയിട്ട് കിട്ടും. അത് കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമുക്ക് 2 സ്ലീവ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. നിങ്ങൾക്ക് എന്തോരം വേണം ഇറക്കം വേണം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇത് കുറച്ച് ലെങ്തി ആയിട്ട് കിടക്കുന്നതാണ് ഭംഗി ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യണം കേട്ടോ. നമുക്കിങ്ങനെ വെച്ചിട്ടൊന്ന് ശരിയല്ലേ ചെക്ക് ചെയ്യുക. കറക്റ്റായിട്ട് തന്നെ വരണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് എന്താ പറയുക, ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇതിങ്ങനെ തെന്നി പോവാണ്. അപ്പോൾ നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഇരുന്നോളും. ഇനി നമ്മൾ ടോപ്പ് എടുക്കുക. നമ്മുടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ താഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആം ഹോള് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. വേറെ മെഷർമെൻ്റ് ഒന്നും വേണ്ട. നമ്മളിത് ഇതുപോലെ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളിൻ്റെ ഭാഗം ആ മടക്ക് ഭാഗത്ത് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആം ഹോളിൻ്റെ സെൻറ്ററിൽ 1 ഇഞ്ച് നീക്കിയിട്ട് വേണം വയ്ക്കാൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് നീക്കുക. നമ്മൾ വെച്ചിട്ടുള്ള തുണിയിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയിട്ട് വെക്കണം. പിന്നെ 2 അറ്റവും അതുപോലെ തന്നെ ആ മടക്ക് ഭാഗത്ത് വെക്കുക. സെൻറ്റർ ഭാഗം 1 ഇഞ്ച് നീക്കുക. നമ്മൾ വെച്ചിട്ടുള്ള തുണിയിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയിട്ട് വെക്കുക കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത്രമാത്രമേ ഉള്ളൂ നമ്മളിതിൽ ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ ഞാൻ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 അറ്റവും ഇതുപോലെ വെച്ചു. സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയിട്ട് കണ്ടോ, സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ 1 ഇഞ്ച് തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്യുക. ഈ എക്സ്ട്രാ വരുന്ന ആ നെറ്റിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി അതാണ് നമ്മൾ ആ കട്ട് ചെയ്തിട്ടില്ലേ, അതാണ് നമ്മൾ സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്യണത്. നമുക്ക് 2 നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരെണ്ണം ചെറുതും ഒരു ഭാഗം വലുതുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ വെക്കണം. ആ ഭാഗം ചെറിയ ഭാഗം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ താഴെയായിട്ട് വരുന്ന രീതിയിൽ, ഇത് ഷോൾഡറിൻ്റെ കണ്ടോ കുറവുള്ള ഭാഗം നമ്മൾ താഴേക്ക് വരുന്ന രീതിയിൽ വെക്കാം കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി.
താഴെ കുറവുള്ള ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വെക്കാം. കൂടുതൽ ഉള്ള ഭാഗം മുകളിലായിട്ട്, അതായത് ഷോൾഡറിൻ്റെ അവിടെയായിട്ട് വെക്കുക. ഉണ്ടോ? അതുപോലെ എന്നിട്ട് പിൻ ചെയ്താൽ മതി. കുറവുള്ള ഭാഗം ഇതുപോലെ താഴെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. ഇതുപോലെ പിൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ? ഇതുപോലെയാണ് നമുക്ക് കിട്ടുക സ്ലീവ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെൽ ബട്ടൺ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.